റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK-യിലെ യാത്രാ അസോസിയേഷനായ ABTA നടത്തിയ പുതിയ പഠനപ്രകാരം യാത്രാ പദ്ധതി തയ്യാറാക്കുന്നതിനും ബുക്കിംഗിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ്. കഴിഞ്ഞ വർഷം 4% മാത്രമായിരുന്ന സ്ഥാനത്ത് ഈ വർഷം നിരക്ക് 8% ഉയർന്നിട്ടുണ്ട്. യുവതലമുറയിലെ AI ഉപയോഗത്തിന്റെ വർധനവും ഇതിന് കാരണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യാത്രാ പദ്ധതി തയ്യാറാക്കുമ്പോൾ 48% പേർ ഇന്റർനെറ്റിൽ തിരയുമ്പോൾ 41% പേർ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും സഹായം തേടുന്നു. അതേസമയം 36% പേർ ട്രാവൽ വെബ്സൈറ്റുകളും ഗൈഡ് ബുക്കുകളെയും ആശ്രയിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ട്രാവൽ ബിസിനസ്സുകൾ AI ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നും AIയുടെ ഉയർന്നുവരവ് ബിസിനസ്സുകൾ വെല്ലുവിളിയും അവസരവുമാണെന്നും ABTA-യുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് ടാൻസർ പറയുന്നു. ഓപ്പൺ AI നടത്തുന്ന ChatGPT അടുത്തിടെ Booking.com, Expedia പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി പങ്കാളിത്തം സ്ഥാപിച്ചതോടെ യാത്രാ പദ്ധതികൾ AI മുഖേന നേരിട്ട് ചാറ്റ് ചെയ്യുവാനുള്ള സൗകര്യവും വർദ്ധിച്ചു. എങ്കിലും സർവേയിൽ പങ്കെടുത്തവരിൽ 20% താഴെ പേർ മാത്രമാണ് അവരുടെ യാത്രാ പദ്ധതി പൂർണ്ണമായും AI വഴി ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. മാഞ്ചസ്റ്ററിൽ വ്യാഴാഴ്ച നടന്ന സിനഗോഗ് ആക്രമണത്തിന് പിന്നാലെ ജിഹാദ് എന്നു പേരുള്ള ബ്രിട്ടീഷ് അറബികൾ വിദേശ അക്രമങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ഈ പേരിനെ കുറിച്ചുള്ള തന്റെ പരാമർശങ്ങൾക്കായി UK ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദിന് വിശദീകരണം നൽകുവാൻ ശക്തമായ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. ഒരു മുസ്ലിം എന്ന നിലയിൽ ജിഹാദ് എന്ന പേരുള്ളതുമായി കേട്ടിട്ടില്ല എന്നതായിരുന്നു മഹമ്മൂദിന്റെ പരാമർശം. സിറിയൻ വംശജനായ 35-കാരനായ ജിഹാദ് അൽ ഷാമിയെ കുറിച്ചായിരുന്നു ഈ പരാമർശം. അൽ ഷാമി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മഹമ്മൂദിന്റെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതോടെ കൗൺസിൽ ഫോർ അറബ് ബ്രിട്ടീഷ് അണ്ടർസ്റ്റാൻഡിംഗ് ഡയറക്ടർ ക്രിസ് ഡോയൽ ഉടൻ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. ജിഹാദ് എന്നത് പ്രയത്നിക്കുക അല്ലെങ്കിൽ പോരാടുക എന്നർത്ഥമുള്ള സാധാരണ അറബി പേരാണെന്നും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വ്യാപകമാണെന്നും ഡോയൽ വ്യക്തമാക്കി. കുട്ടികൾക്കെതിരെയും യുവതികൾക്കെതിരെയും ലൈംഗിക അതിക്രമം നടത്തിയ ഇന്ത്യൻ വംശജരായ സഹോദരങ്ങൾക്ക് UK കോടതി കഠിന തടവ് ശിക്ഷ വിധിച്ചു. റിഷ് പട്ടേൽ എന്നയാൾക്ക് 22 വർഷവും സഹോദരൻ കിഷൻ പട്ടേലിന് 15 മാസവുമാണ് ശിക്ഷ വിധിച്ചത്. 2018 നടന്ന സംഭവങ്ങളാണ് കേസിനാസ്പദമായത്. നിരവധി കുട്ടികളെ ബലാത്സംഗം ചെയ്തതിന്റെ തെളിവുകൾ റിച്ച് പട്ടേലിനെതിരെ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. കുട്ടികൾക്ക് പുറമെ യുവതികളെയും ഇയാൾ ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തതായി അന്വേഷണ സംഘം അറിയിച്ചു. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ കൈവശം വെച്ചതിനാണ് സഹോദരൻ കിഷൻ പട്ടേലിന് ശിക്ഷ വിധിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ഹോട്ടലിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക നിർദ്ദേശം. വൈറൽ കുറിപ്പിന് പിന്നാലെ വിവാദം. ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ബുഫേ ഭക്ഷണങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകരുതെന്ന് അഭ്യർത്ഥിക്കുന്ന നോട്ടീസ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ഇന്ത്യൻ ഡോക്ടറായിട്ടുള്ള അർഷിത ദനാവ്സ്കർ ആണ് സ്വിറ്റ്സർലൻഡിലെ ഒരു ഹോട്ടലിൽ കണ്ട നോട്ടീസ് പങ്കുവച്ചത്. ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത സന്ദേശം തന്നെ വേദനിപ്പിച്ചുവെന്നും ഡോക്ടർ ഹർഷിത് പറയുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് താൻ കുടുംബത്തോടൊപ്പം സ്വിറ്റ്സർലൻഡിലായിരുന്നു. ഹോട്ടൽ മുറിയുടെ വാതിലിന് പിന്നിൽ ഒരു നീണ്ട സന്ദേശമുണ്ടായിരുന്നു. ബുഫയിലെ ഭക്ഷണം പാക്ക് ചെയ്തെടുക്കരുതെന്ന് അതിൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പ്രത്യേകം പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ നൽകാം എന്ന് അർഷിത് പോസ്റ്റിൽ കുറിച്ചു. ഹോട്ടൽ ബുഫേകളിൽ പലപ്പോഴും അൺലിമിറ്റഡ് എന്ന് പരസ്യപ്പെടുത്താറുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. അൺലിമിറ്റഡിന്റെ അർത്ഥം അത് ബാഗിൽ പൊതിഞ്ഞു കൊണ്ടുപോയി ജീവിതകാലം മുഴുവൻ സൗജന്യ ഭക്ഷണം കഴിക്കാം എന്നതല്ല. ഈ നിയമത്തിന്റെ യുക്തി തനിക്ക് മനസ്സിലായി. എങ്കിലും ഇന്ത്യൻ സന്ദർശകരെ മാത്രം വേർതിരിച്ച് കാണുന്നത് തന്നെ വേദനിപ്പിച്ചെന്നും ഡോക്ടർ അർഷിത് പറയുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. മധ്യപ്രദേശിൽ 20 കുട്ടികളുടെ മരണത്തിന് കാരണമായ ചുമ സിറപ്പ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ടോ എന്ന് ഇന്ത്യയോട് ലോകാരോഗ്യ സംഘടന. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുവാൻ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. ചുമ സിറപ്പ് കഴിച്ചത് മൂലമുണ്ടായ വൃക്ക അണുബാധ മൂലമാണ് മധ്യപ്രദേശിൽ 20 കുട്ടികൾ മരിച്ചതെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. വിഷയത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ച ശേഷം കോൾഡ്രിഫ് സിറപ്പിനെതിരെ രാജ്യാന്തര തലത്തിൽ മുന്നറിയിപ്പ് നൽകുവാനാണ് ലോകാരോഗ്യ സംഘടനയുടെ നീക്കമെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മധ്യപ്രദേശിലെ ചുമ സിറപ്പ് കഴിച്ച 5 കുട്ടികൾ നില ഗുരുതരമായി തുടരുകയാണ്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള SIT സംഘം ബുധനാഴ്ച തമിഴ്നാട് കാഞ്ചീപുരത്ത് മരുന്ന് നിർമ്മാണശാലയിൽ അന്വേഷണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ബോളിവുഡ് നടി ശില്പ ഷെട്ടിക്ക് വിദേശയാത്രാനുമതി നിഷേധിച്ച് ബോംബെ ഹൈക്കോടതി. കൊളംബോയിൽ നടക്കുന്ന യൂട്യൂബ് പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് നടി യാത്രാനുമതി ആവശ്യപ്പെട്ടത്. 60 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശില്പ ഷെട്ടിക്കും ഭർത്താവ് രാജ് കുന്ദ്രയ്ക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇതിനെ തുടർന്ന് വിദേശയാത്ര നടത്തണമെങ്കിൽ അനുവാദം ആവശ്യമായ സാഹചര്യത്തിലാണ് ഇരുവരും കോടതിയെ സമീപിച്ചത്. എന്നാൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 60 കോടി രൂപ തിരികെ നൽകിയതിനു ശേഷം യാത്രാനുമതി സംബന്ധിച്ചുള്ള കാര്യം പരിഗണിക്കാമെന്നാണ് കോടതി വാക്കാൽ പറഞ്ഞത്. കേസ് ഒക്ടോബർ 14 വീണ്ടും പരിഗണിക്കും.
കരൂരിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന DGPക്ക് ഇമെയിൽ അയച്ച് തമിഴക വെട്രിക്കഴകം TVK അധ്യക്ഷൻ വിജയ്. ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ തനിക്ക് കാണണമെന്നും അവർക്ക് സഹായം നൽകണമെന്നും ആവശ്യമാണ്. നേരത്തെ കരൂരിലെ തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു വിജയ്. അതിനിടെ ഇന്ത്യയിലേക്ക് വിജയ് അടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വെളിയിൽ വരുന്നു. ഇദ്ദേഹത്തെ കൂടെ കൂട്ടുവാനുള്ള ശ്രമങ്ങൾ AIADMKയും BJPയും ശക്തമാക്കി. DMKയും MK സ്റ്റാലിനെയും തോൽപ്പിക്കാൻ ഒന്നിക്കണമെന്ന് വിജയോട് എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര താരങ്ങളുടെ വസതികളിലടക്കം റെയ്ഡ് നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടൻ ദുൽഖർ സൽമാനെ വിളിച്ചു വരുത്തി. ചെന്നൈയിലുണ്ടായിരുന്ന ദുൽഖർ ഉച്ചയോടെയാണ് കൊച്ചിയിലെത്തിയത്. ദുൽഖറിന്റെ കൈവശമുള്ള വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പണമിടപാടുകളുടെ വിവരം ED സംഘം തേടിയെന്നാണ് വിവരം. കേസിൽ പ്രഥമ ദൃഷ്ട്യാ വിദേശ നാണയ വിനിമയത്തിന്റെ ലംഘനമുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ED റെയ്ഡ് നടത്തുന്നത്. ദുൽഖറിൽ നിന്നും കസ്റ്റംസ് നേരത്തെ 3 കാറുകൾ പിടിച്ചെടുത്തിരുന്നു. രാവിലെ 7 മണിയോടെ ദുൽഖറിന്റെ കടവന്തര ഇളംകുളത്തുള്ള വീട്ടിലും പനമ്പള്ളി നഗറിലും മമ്മൂട്ടിയും കുടുംബവും താമസിച്ചിരുന്ന വീട്ടിലും ED സംഘം എത്തിയിരുന്നു. പനമ്പള്ളി നഗറിലെ വീടിനടുത്തുള്ള ഗ്യാരേജിൽ 8ഓളം പഴയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇനി കായിക വാർത്തകൾ. പഞ്ചാബിൽ നിന്ന് ആരംഭിക്കുന്ന സീനിയർ വനിതാ 2020 ട്രോഫി ക്രിക്കറ്റിനുള്ള കേരള ടീമിനെ സജിന സജീവൻ നയിക്കും. 19 വരെയാണ് കേരളത്തിന്റെ മത്സരങ്ങൾ. ഉത്തർപ്രദേശിലാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. സജിനയ്ക്ക് പുറമെ ഇന്ത്യൻ താരം ആശാ ശോഭനയും ടീമിലുണ്ട്. അതിഥി താരങ്ങളായ തെലങ്കാനയിൽ നിന്ന് V പ്രണവി ചന്ദ്രയും മധ്യപ്രദേശിൽ നിന്ന് സെലോണി ഡങ്കോറയും ഇക്കുറി ടീമിലുണ്ട്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്ററും വനിതാ പ്രീമിയർ ലീഗ് ടീം മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് കോച്ചുമായ ദീപിക പൽഷിക്കാരാണ് മുഖ്യ പരിശീലക. വനിതാ ഏകദിന ലോകകപ്പിലെ ത്രില്ലർ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് ചെയ്ത ബംഗ്ലാദേശ് 49.4 ഓവറിൽ 178 പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ 5-78 എന്ന നിലയിൽ പതറിയെങ്കിലും ഹീദർ നൈറ്റിന്റെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ 4 വിക്കറ്റ് ശേഷിക്കെ ബംഗ്ലാദേശ് ലക്ഷ്യം കണ്ടു. ഇംഗ്ലണ്ട് 46.1 ഓവറിൽ നിന്നും 182 റൺസ് എടുത്തു, 6 വിക്കറ്റ് നഷ്ടത്തിൽ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.09 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.